الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഹബീബായ മുത്തനബി തങ്ങളുടെ മാതിഹീങ്ങളെ പറ്റി പറയുമ്പോൾ, ആഷിഖീങ്ങളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടവർ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉക്കാഷ റളിയല്ലാഹു അൻഹു. നബി തങ്ങളോട് വല്ലാത്ത മഹബത്തും ഇഷ്കുമുള്ളവരായിരുന്നു. വല്ലാത്ത മഹബത്ത് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ഉക്കാഷ റളിയല്ലാഹു അൻഹു. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്, വിശ്രമത്തിലാണ്. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വഫാത്തിനോട് അടുത്ത സമയമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായി കിടക്കുകയാണ്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഫദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബ്നു ഉമർ അനസ് റളിയല്ലാഹുവിൻ്റെ തോൾ കൈ പിടിച്ചുകൊണ്ട് പതുക്കെ മദീന പള്ളിയിൽ വന്നിരുന്നു. സഹാബത്തിനോട് അഭിസംബോധന നടത്തുകയാണ്, സംസാരിക്കുകയാണ്. സഹാബത്തൊക്കെ വലിയ സന്തോഷത്തിലായി. മുത്തനബി തങ്ങൾ ഇതുവരെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോലും വരാതെ നബി തങ്ങൾ ഇതാ പള്ളിയിലേക്കൊക്കെ നിസ്കരിക്കാമെന്ന് തുടങ്ങുന്നു. നബി തങ്ങൾ അസുഖങ്ങളൊക്കെ ഭേദമായി, എല്ലാവരും സന്തോഷമായി. ആ സമയത്ത് ഹബീബ മുത്തനബി തങ്ങൾ സഹാബത്തിനൊക്കെ ഒരുമിച്ച് കൂട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറഞ്ഞു, ഓ സഹാബത്തെ, ഞാൻ നിങ്ങളുടെ കൂടെ കാലം ജീവിച്ചവരാണ്. എൻ്റെ പക്കൽ നിന്ന് വല്ല അരുതായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സഹാബത്തെല്ലാവരും കണ്ണീര് വെച്ചു. നബിയെ, അങ്ങോട്ട് ഞങ്ങൾക്ക് വല്ലതുമുണ്ടോ? ഒന്നുമില്ല നബിയെ. നബി തങ്ങൾ വീണ്ടും അത് തന്നെ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നിൽ നിന്ന് കിസാസ് എടുക്കണമെങ്കിൽ കിസാസ് എടുക്കാം, അതിന് ഞാൻ സമ്മതമാണ്. സഹാബത്ത് ആ സമയത്ത്, നബിയെ, അങ്ങേ കിസാസ് എടുക്കുകയോ? ഞങ്ങളോ? അവർ അത്ഭുതത്തോടുകൂടെ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉക്കാഷ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഉക്കാഷ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നബി പറയുകയാണ്, നബിയെ, എനിക്ക് അവിടുത്തെ ഒരു കിസാസ് എടുക്കാറുണ്ട്. എന്താണ് വിഷയമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, പണ്ടൊരിക്കൽ ഒരു യുദ്ധത്തിൽ സഫായി നിൽക്കുന്ന സമയത്ത് ഞാൻ സഫിൽ നിന്ന് അല്പം മാറി നിന്നു. ആ സമയത്ത് അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് എന്നെ ഇട്ടുണ്ടായിരുന്നില്ലേ? ആ കുത്തിയ ഭാഗത്ത് എനിക്ക് വേദനിച്ചിരുന്നു. അതിനെനിക്ക് അങ്ങോട്ട് കിസാസ് എടുക്കണം നബിയെ. കിസാസ് എടുക്കാതെ പറ്റില്ല. ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിസാസ് എടുക്കാൻ തയ്യാറാവുകയാണ്. സഹാബത്തെല്ലാവരും തുറച്ചു നോക്കി ഉക്കാഷ തങ്ങളുടെ നേരെ. എന്താ ഉക്കാഷ ഈ പറയുന്നത്? മുത്തനബി തങ്ങൾ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് അവിടുത്തെ കിസാസ് എടുക്കണമെന്നാണ് നീ പറയുന്നത്? ആശ്ചര്യത്തോടുകൂടെ എല്ലാവരും ചോദിക്കുകയാണ്. എല്ലാവരും ഉക്കാഷ റളിയല്ലാഹു അൻഹു നേരിട്ടെടുക്കുകയാണ്. ആ സമയത്ത് മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഉക്കാഷയെ വിടൂ. ഉക്കാഷ കിസാസ് എടുക്കട്ടെ, അദ്ദേഹത്തിന് എന്നിൽ നിന്നല്ലേ കിസാസ് മുന്നിൽ എടുക്കട്ടെ. ഹബീബ മുത്തനബി തങ്ങൾ അതിന് സമ്മതം കൊടുക്കുകയാണ്. ഉക്കാഷ തങ്ങൾ അടുത്തേക്ക് വിളിക്കുന്നു. ഉക്കാഷ തങ്ങളുടെ അടുത്തേക്ക് മുത്തനബി തങ്ങളുടെ അരികിലേക്ക് നടന്നു വരികയാണ്. എല്ലാവരും ബേജാറായി നോക്കി നിൽക്കുന്നു, ഉക്കാഷ എന്ത് ചെയ്യുമെന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉക്കാഷ തങ്ങൾ പറയുകയാണ്, നബിയെ, അങ്ങ് എന്നെ കുത്തിയ ആ വടിയുണ്ട്, ആ വടി തന്നെ എനിക്ക് കിട്ടണം നബിയെ, അല്ലാതെ ഞാൻ കുത്തൂല, ആ വടി കൊണ്ട് എനിക്ക് കുത്തണം. ഉടൻ തന്നെ മുത്തനബി തങ്ങളുടെ വീട്ടിലേക്ക്, ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ് ആ വടി കൊണ്ടുവരാൻ. ഫാത്തിമ റളിയല്ലാഹു ചോദിക്കുന്നു, എന്തിനാ വടി? വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിനക്ക് വല്ലാത്ത സങ്കടമായി പോയി. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉക്കാഷ തങ്ങളോട് ചോദിക്കുന്നു, ഉക്കാഷ, ഞങ്ങൾ അത്രയും ആണെങ്കിൽ നീ ചെയ്തോ? ഞങ്ങൾ പാപ്പ മുത്തനബി തങ്ങളെ നീ അടിക്കല്ലേ, നീ കുത്തല്ലേ ഉക്കാഷ, അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഉക്കാഷ. പക്ഷെ ഉക്കാഷ റളിയല്ലാഹു സമ്മതിക്കുന്നില്ല, എനിക്ക് നബിയെ കുത്തിയേ പറ്റൂ. വാശി പിടിക്കുകയാണ്. അങ്ങനെ ആ വടി ഇതാ ബഹുമാനപ്പെട്ട ഉക്കാഷ റളിയല്ലാഹുവിൻ്റെ കൈകളിൽ കൊടുക്കുന്നു. ഉക്കാഷ റളിയല്ലാഹു വടിയുമായിട്ട് ഹബീബ മുത്തനബി തങ്ങളുടെ അരികിലേക്ക് വന്നു. അരികിലേക്ക് വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അന്ന് കുത്തുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല, ഷർട്ട് ഉണ്ടായിരുന്നില്ല നബിയെ. ഷർട്ടില്ലാത്ത ശരീരത്തിലാണ് കുത്തിയത്. അതുകൊണ്ട് അവിടുത്തെ ഷർട്ട് അയക്കണം. ആ ഷർട്ട് അയച്ച ശരീരത്തിൽ എനിക്ക് കുത്തണം. ഷർട്ടിന് മുകളിൽ കുത്തിയേ പറ്റില്ല. ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷർട്ടിന് അയക്കുന്നു. അതോടുകൂടെ അവിടുത്തെ ലംഘുന്ന ആ ശരീരം കണ്ട് പുറത്തേക്ക് കാണുകയാണ്. ഉക്കാഷ റളിയല്ലാഹു വടിയങ്ങ് ദൂരേക്ക് എറിഞ്ഞിട്ട് കൂട്ടിപ്പിടിച്ച് ഹബീബിനെ കൂട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറയുന്നു, നബിയെ, ഒരിക്കലും ഞാൻ അങ്ങേ കിസാസ് എടുക്കാറില്ല. ഈ ഒരു രംഗത്തിന് ഞാൻ കുറേ കാലമായി നബി ആഗ്രഹിക്കുന്നു. അങ്ങയുടെ രോഗമാണ്, ഈ രോഗത്തിലെങ്ങാൻ അവിടെ നിന്ന് വഫാത്തായി പോയാൽ ഇനി എനിക്കൊരവസരം കിട്ടൂലല്ലോ. അങ്ങയുടെ ശരീരം തൊട്ട ശരീരം നരകത്തിൽ കടക്കില്ല എന്നല്ലേ? ഈ ഉക്കാഷയുടെ ശരീരം നരകത്തിൽ നിന്ന് കാക്കാൻ അങ്ങയുടെ ശരീരമൊന്നും എൻ്റെ ശരീരത്തിൽ തട്ടണം നബിയെ. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങേക്ക് വിഷമമായെങ്കിൽ പൊരുത്തപ്പെട്ട് തരണമെന്ന് ഹബീബ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിപ്പിടിച്ച് ഭാഗത്ത് കവിളിലും ഉമ്മ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉക്കാഷ റളിയല്ലാഹു അൻഹു അവിടുത്തെ മനസ്സിലുള്ള വലിയ പൂതി, വലിയ ആഗ്രഹം നിറവേറ്റുകയാണ്. അവരുടെ മനസ്സിലുള്ള ആ മുത്തനബി തങ്ങളോടുള്ള അടങ്ങാത്ത മഹബത്തും ഇഷ്കുമായിരുന്നു.
വല്ലാത്ത ഭാഗ്യവാൻ. ആ അവസാന നിമിഷത്ത് മുത്തനബി തങ്ങളൊന്ന് കൂട്ടിപ്പിടിക്കാൻ വല്ലാത്തൊരവസരം, ആ ഒരു അവസരം ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കുകയായിരുന്നു. ആ മുത്തനബി തങ്ങളുടെ മുഹിബീങ്ങളെ ആശിക്കുന്നത് അല്ലാഹു തആല നമ്മൾക്ക് കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.